കേരള ഫയർഫോഴ്സിന്റെ പ്രവർത്തനം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട് ദുരന്തത്തിലും ആമയിഴഞ്ചാൻ തോടപകടത്തിലും ഫയർഫോഴ്സിന്റെ സേവനം സുദീർഘവും അവിസ്മരണീയവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പയ്യന്നൂർ MLA ടി എ മധുസൂദനൻ അധ്യക്ഷനായി. മലപ്പുറം കുറ്റിപ്പുറം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. THLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. PTA സഹകരണത്തോടെ നിർമ്മിച്ച സ്ലൈഡിംഗ് സ്റ്റേജിന്റെ സമർപ്പണവും നടന്നു. കോട്ടക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം പൂവച്ചലിൽ കാർ ഓട്ടോയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഉണ്ടപ്പാറ സ്വദേശി റഫീഖാണ് മരിച്ചത്. പൂവച്ചൽ ഭാഗത്തു നിന്നും നിയന്ത്രണം തെറ്റി അമിത വേഗത്തിൽ വന്ന കാർ ദിശ തെറ്റി ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിമൊഴി. കാറിലുണ്ടായിരുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ മദ്യലഹരിയിലായിരുന്നെന്നും സൂചന. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം സമഗ്ര ശിക്ഷ കേരളം സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കടകംപള്ളി സുരേന്ദ്രൻ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, സുപ്രീം കോടതി വിധി അനുസരിച്ച് തസ്തിക നിർണയിച്ച് സ്ഥിര നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ ബഹദൂറിന്റെ സ്മരണാർത്ഥം അദ്ദേഹം പഠിച്ചിരുന്ന തൃശൂർ എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനർനിർമ്മിച്ച ബഹദൂർ ഗേറ്റിന്റെ ഉദ്ഘാടനം നടന്നു. ബഹദൂറിന്റെ സഹോദരി ആസിഫ സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഹദൂറിന്റെ മകൻ മുഹമ്മദ് ബഹദൂറാണ് ഗേറ്റ് പുതുക്കിപ്പണിത് നൽകിയത്. ചടങ്ങിൽ ബഹദൂറിന്റെ കുടുംബാംഗങ്ങളും പഞ്ചായത്ത് അധികൃതരും പങ്കെടുത്തു.